ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ അതായത് ചുട്ടു പൊള്ളുന്ന വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം വളരെ ടേസ്റ്റോടുകൂടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുമായിരിക്കും, എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വയറിന് കേടുപാടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഇതേപോലെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ മനസ്സും തണുക്കും, നമ്മുടെ വയറും തണുക്കും. വളരെ ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വലിയ സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാവേ. ഇവിടെ ഞാൻ വലിയ രണ്ട് നാരങ്ങയാണ് എടുത്തേക്കുന്നത്. രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഇഞ്ചിയും ഒരു കുഞ്ഞി പച്ചമുളകും, കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് വലിയ എരിവ് വേണ്ടാത്ത രീതിയിൽ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ കുറച്ച് കസ്കസ് ഉണ്ട്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇത് ഓപ്ഷനല്ല കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ നാരങ്ങ വെള്ളത്തിന് വേണ്ടുന്നത്. ആദ്യം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ പച്ചവെള്ളമല്ല എടുക്കുന്നത്, നല്ലപോലെ തണുപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത്. അതിലകത്തോട്ട് നമുക്ക് ഇഞ്ചിയും ഈ പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വളരെ ലൈറ്റായി ചെറിയ രീതിയിൽ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിടുന്നത് നമ്മുടെ നാരങ്ങ നീരാണ്. നാരങ്ങ അത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ നാരങ്ങ ഫുള്ള് അതിനകത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിടാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. ഞാനിവിടെ ഫുള്ള് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് നമ്മുടെ ഈ പഞ്ചസാര ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു ശകലം ഉപ്പ് ചേർക്കും കേട്ടോ. ഒരു ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് ഇത്രയും കൂടെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പയ്ക്കകത്തോട്ടൊന്ന് അരിച്ചെടുക്കുവാണ്. ഞാൻ അരിക്കുന്നത് നമ്മുടെ തണുത്ത വെള്ളം ബാലൻസ് ഇരുന്ന് ആ വെള്ളത്തിനകത്തോട്ട് തന്നെയാണ് ഞാൻ അരിക്കുന്നത്. കാരണം നമുക്ക് ഇതിൽ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിക്കാം. അപ്പോൾ അത്രയും അരിച്ച് നല്ല വൃത്തിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തണുത്ത വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം 4 ഗ്ലാസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക്, കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കൂടാണ്. നമ്മുടെ ഈ കസ്കസ് നമ്മൾ 2 സ്പൂൺ വീതം, ചെറിയ സ്പൂണാണ്, എല്ലാ ഗ്ലാസ്സിലും ഈ 2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് 4 ഗ്ലാസ്സിലും കൂടെ കുറച്ച് ഐസ് ക്യൂബ് ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ തീർന്നു പോയതിൻ്റെ വിഷമമായിരുന്നു. ഞാൻ ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. 2 നാരങ്ങയ്ക്കകത്ത് ഞാനിപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ ഒഴിച്ച് ഞങ്ങളെല്ലാവരും കുടിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിള്ളേർ വീണ്ടും ചോദിച്ചു, പക്ഷേ അപ്പോഴത്തേനും ഇല്ല. കാരണം 2 നാരങ്ങയ്ക്കാണ് ഞാനിവിടെ ചെയ്തെടുത്തത്. ഞാൻ പറഞ്ഞു ഇനിയും വാങ്ങിയിട്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. കസ്കസ് എന്ന് പറയുന്ന സാധനം ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കിപ്പോൾ എവിടെ പോയി ലൈം ജ്യൂസ് വാങ്ങിച്ചാലും അതിനകത്ത് അവരെന്തായാലും 1 സ്പൂൺ കസ്കസ് ഇട്ടേ തരത്തുള്ളൂ. അത് നല്ലൊരു ടേസ്റ്റുമാണ്, നാരങ്ങ വെള്ളത്തിന് നല്ലൊരു ലുക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു നാരങ്ങ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.